ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂ ആൻഡ് ബൈ റിലു. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ കായം തേച്ചിട്ട് വറക്കുന്ന ടൈമിലാണ് ഓർമ്മ വന്നത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കായം തേച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. അധികമൊന്നും മൊരിയണ്ട, കുറച്ചൊരു ഹാഫ് വേവായാൽ മതി. എന്നിട്ട് നമ്മൾ കോക്കനട്ട് ഓയിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഈ ഓയിൽ വെച്ചിട്ട് വേണം നമുക്ക് മസാലയിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് ചിക്കൻ കറി വെക്കുന്നത്. മൺചട്ടി ചൂടായിട്ട് വരുമ്പോൾ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 വലിയ സബോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പട്ടയുടെ ഒരില, അതുപോലെ തന്നെ 3-4 കുരുമുളക്, 2 കറിയാമ്പൂവ്, അതുപോലെ തന്നെ ഏലക്കായ 2 എണ്ണം, ഒരു 2 ചെറിയ കഷ്ണം പട്ടയും, പിന്നെ നല്ല ജീരകം 1 സ്പൂൺ നല്ല ജീരകം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടാൻ നല്ലതാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുവിധമൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചതക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് ചതക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക് ഉണ്ടാവുക. ഇനി നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കുക. നല്ലതായിട്ട് ഒരു നല്ല ഡാർക്ക് ബ്രൗൺ കളറാവണം. എന്നിട്ടാണ് ഇതിൽ മസാലപ്പൊടിയൊക്കെ ഇടാം. എന്നാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ ബിരിയാണി വെക്കുമ്പോഴും ഇതേ മസാല തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ മല്ലിയില, അതൊക്കെ നമുക്ക് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മാത്രം ഇപ്പോൾ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കറിയുടെ എല്ലാവരും കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഇറക്കാൻ നേരം ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൈ വിടാണ്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. പിന്നെ ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയിലയുടെ കനം കൂടിയ തണ്ടുണ്ടല്ലോ, മല്ലിയില വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിന് തണ്ടോട് കൂടിയിട്ടല്ലേ കിട്ടുക. അപ്പോൾ ആ തണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായി വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് പൊടിയിടാം. അപ്പോൾ നമ്മുടെ സബോളയും പച്ചമസാലയൊക്കെ നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട്, റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി. മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. കാരണം ഓൾറെഡി നമ്മളിതിൽ പച്ചമസാല ഇടണയിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുരുമുളകൊക്കെ ഇടുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രം മുളക് പൊടി ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറിന് വേണമെങ്കിൽ ഓരോരുത്തരും ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലിയോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ പച്ചമണം വരുന്ന വരെ, ഈ പൊടികളൊക്കെ ഒന്ന് മൂക്കണ വരെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ടൈമിൽ ഫ്ലെയിം നന്നായി കുറച്ചിടണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികൾ കരിഞ്ഞു പോകും. അങ്ങനെ നമ്മൾ മസാല ഒക്കെ ആയിട്ടുണ്ട്. ഈ പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കാം. ഞാനൊരു 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൈകൊണ്ട് നന്നായിട്ട് തക്കാളി കട്ട് ചെയ്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് പിഴിയുക. എന്നിട്ട് അങ്ങനെ തക്കാളി നന്നായിട്ട് വെന്ത് വരണം. അങ്ങനെ നമ്മൾ തക്കാളി ഒരുവിധമൊക്കെ ആയി വന്നിട്ടുണ്ട്. നന്നായി ഉടച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നന്നായി മൂടി വെച്ചിട്ട് വേവിക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. നമ്മൾ ഓൾറെഡി ഒരു 3/4 ഭാഗത്തിൻ്റെ അടുത്ത് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ആവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് നമുക്കിനി ഇത് മൂടി വെക്കാം. അങ്ങനെ നമ്മൾ 10 മിനിറ്റ് നേരം തീ നന്നായി കുറച്ചിട്ടിട്ട് മൂടി വെച്ചിട്ട് ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കറി ആയിട്ടുണ്ട്. ഇനി വേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ കറി പോലെ ആക്കാം. ഞങ്ങൾക്ക് ഇത്രയും ഗ്രേവി മതി എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ആക്കി എടുത്തിരിക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ്. നല്ല വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ഊർന്ന് വരുന്നുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെയാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ കറി ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ പുതിന വേണമെന്നുണ്ടെങ്കിൽ ഇടാം. എൻ്റെ കയ്യിൽ പുതിന ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും വേപ്പിലയും കൂടെ മേലെ ഇട്ടിട്ട് മൂടി വെച്ചു. ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും മൺചട്ടി ആകുമ്പോൾ അറിയാമല്ലോ, നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ അത് തിള വന്നുകൊണ്ടിരിക്കും.
എന്നിട്ട് നമ്മൾ കഴിഞ്ഞു. നമ്മളിത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മൂടി തുറന്ന് നോക്കിയതാണ്. കുറച്ചും കൂടി ഇങ്ങനെ ഒരു ഗ്രേവി പോലെ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ഇതേപോലെ തന്നെയാണ് ചെയ്യുക. ചിക്കൻ ബിരിയാണി ആണെങ്കിൽ നമ്മൾ മല്ലിപ്പൊടി ഞാൻ ഇടലുണ്ട് ചിക്കൻ ബിരിയാണിയിലും, പക്ഷേ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ടിടാം. എന്നിട്ട് ഇത് വെള്ളമില്ലാണ്ട് നമുക്ക് ചെയ്യാം. ഇങ്ങനെയാണ് ഞാൻ ബിരിയാണി വെക്കുമ്പോഴും ചെയ്യൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്